നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 960th day. Today, 4th sloka of Pradama Skandam, 12th chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 960 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. സൂത ഉവാച അഭീബലധർമ്മരാജ പിതൃവദ്രഞ്ജയൻ പ്രജാ നിസ്പൃഹ സർവകാമേഭ്യ കൃഷ്ണപാദാനുസേവയാ. ഓം തത്സത്. സൂത ഉവാച അഭീബലധർമ്മരാജ പിതൃവദ്രഞ്ജയൻ പ്രജാ നിസ്പൃഹ സർവകാമേഭ്യ കൃഷ്ണപാദാനുസേവയാ. ഓം തത്സത്. പദം വിരിക്കേണ്ടത് അഭീബലത് ധർമ്മരാജ പിതൃവത് രഞ്ജയൻ പ്രജാ നിസ്പൃഹ സർവകാമേഭ്യ കൃഷ്ണപാദാനുസേവയ. അതായത് കൃഷ്ണപാദാനുസേവയ, ശ്രീകൃഷ്ണൻ്റെ പാദസേവ കൊണ്ട് സർവകാമേഭ്യ സർവകാമങ്ങളിൽ നിന്നും നിസ്പൃഹ ആഗ്രഹമില്ലാത്തവനായ, അതിൽ നിന്നും വേണ്ടാത്തവനായ, എല്ലാം വേണ്ട എന്ന് ത്യജിച്ചവനായ ധർമ്മരാജ ധർമ്മപുത്രർ പ്രജകളെ പിതൃവത് പിതാവെന്ന പോലെ രഞ്ജിപ്പിച്ചുകൊണ്ട് അഭീബലത് പരിപാലിച്ചു. അഭീബലത് പരിപാലിച്ചു. അതായത് ലൗകിക വിഷയങ്ങളിൽ ആഗ്രഹം ഇല്ലാത്തവനാണെങ്കിലും രാജാവായ ധർമ്മപുത്രന് ശ്രീകൃഷ്ണ പ്രസാദം കൊണ്ട് ഇത്ര യോഗ്യമായിട്ടുള്ള ഒരു പൗത്രൻ ജനിച്ചത് എന്ന് പറയുവാൻ വേണ്ടി തൻ്റെ പുത്രനെക്കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അഭിമന്യുവിൻ്റെ പുത്രനാണ് ഈ പരീക്ഷിത് മഹാരാജാവ്. ആ ധർമ്മപുത്രരുടെ ഭക്തിവിശേഷത്തെ പറയുകയാണ്. ശ്രീകൃഷ്ണനുള്ള ആ ധർമ്മപുത്രരുടെ മഹത്തായ ഭക്തി കൊണ്ട് അദ്ദേഹം തൻ്റെ പ്രജകളെ, മറ്റുള്ള ലൗകികത്തിലൊന്നും അദ്ദേഹത്തിന് ആഗ്രഹമില്ല എങ്കിലും പിതാക്കന്മാർ മക്കളെ എന്ന പോലെ ധർമ്മപുത്രർ ശ്രീകൃഷ്ണ പാദസേവ ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ പരിപാലിച്ചു. രാജ്യത്തെയും രാജ്യത്തിലുള്ള ജനങ്ങളെയും ഒക്കെ ലൗകിക സുഖഭോഗങ്ങളിൽ ആഗ്രഹം വയ്ക്കാതെ തൻ്റെ പ്രജകളെ നന്നായി പരിപാലിച്ചു വന്നു. അപ്രകാരമുള്ള ധർമ്മപുത്രരുടെ മകനാണ് ഈ പരീക്ഷിത്ത് എന്ന് പറയുവാൻ വേണ്ടി 2-3 ശ്ലോകങ്ങളിലായിട്ട് ധർമ്മപുത്രരുടെ മഹത്വം വ്യക്തമാക്കുകയാണ് സൂതപൗരാണികൻ. ശൗനകാദികൾ ചോദിച്ചതിന് മറുപടിയായിട്ട് എങ്ങനെയൊക്കെയാണ് ഈ പരീക്ഷിത്ത് രാജ്യം ഭരിച്ചത്, എങ്ങനെയാണ് ജന്മം, എങ്ങനെയാണ് മരിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ആരംഭിക്കുകയാണ് സൂതപൗരാണികൻ. അദ്ദേഹം പറയുന്ന മറുപടിയിൽ ആദ്യം ധർമ്മരാജാവിനെക്കുറിച്ച് പറയുകയാണ്. കൃഷ്ണൻ്റെ പാദസേവ കൊണ്ട് എല്ലാ കാമങ്ങളിൽ നിന്നും വിരക്തനാണെങ്കിലും അദ്ദേഹം തൻ്റെ പ്രജകളെ വളരെ നന്നായിട്ട്, ഒരു പിതാവ് മക്കളെ എപ്രകാരം പരിപാലിക്കുമോ, രഞ്ജിപ്പിച്ചുകൊണ്ട് പരിപാലിക്കുമോ അപ്രകാരം അദ്ദേഹം പരിപാലിച്ചു എന്ന് പറയുകയാണ് ഈ ശ്ലോകം ഒരിക്കൽ കൂടി. സൂത ഉവാച അഭീബലധർമ്മരാജ പിതൃവന്ദ്രഞ്ജയൻ പ്രജാ നിസ്പൃഹ സർവകാമേഭ്യ കൃഷ്ണപാദാനുസേവയാ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.
എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.